കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തയേശുവിൽ എല്ലാവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നാം വായിച്ച വേദഭാഗത്തിലേക്ക് നാം വരാൻ നമ്മുടെ ശ്രദ്ധയെ 73-ാം സങ്കീർത്തനത്തിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അല്പനേരം മാത്രം ദൈവവചന ധ്യാനവുമായി ആയിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. 73-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചു കേട്ടത്. 73-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആസാഫ് എന്ന് പറയുന്നത് സംഗീത പ്രമാണികളിൽ വിദഗ്ധനും അതുപോലെ തന്നെ സ്തോത്രം വളരെയധികം അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ ദൈവത്തിനു വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെടുത്ത സംഗീതത്തിലൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സംഗീത പ്രമാണിയായ ആസാഫ് എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നാം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് നാം വരുമ്പോൾ ഈ ഭാഗത്തിൽ 4 വിധമാകുന്ന ഒരാത്മീക ഭാഗങ്ങളെ കാണുവാൻ സാധിക്കും. ആസാഫിൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മീക ജീവിതം മുൻപോട്ട് പോയപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആകെ തുക എന്ന് പറഞ്ഞാൽ ഇത് 1-2 ദിവസങ്ങൾ കൊണ്ടുള്ളതായ കാര്യമല്ല. ജീവിതത്തിലെ പല വിഷയങ്ങൾ കയറി വന്നപ്പോൾ വ്യത്യസ്തമായ തലങ്ങളിൽ താൻ അനുഭവിച്ച മേഖലകളെയാണ് ഇവിടെ 4 തട്ടുകളായി ദൈവാത്മാവോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നാം അതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ഈ ലോക ജീവിതത്തിൽ നാം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പല മേഖലകളിലൂടെ നാം കടന്നു പോകേണ്ട സാഹചര്യം വരും. നന്മകൾ വരും, തിന്മകൾ വരും, വേദനകൾ വരും, നിരാശകൾ കടന്നു വരും, കണ്ണുനീരുകൾ കടന്നു വരും, മരണങ്ങൾ കടന്നു വരും, വ്യത്യസ്തമായ പ്രയാസങ്ങൾ നമ്മുടെ കുടുംബജീവിതങ്ങളിൽ കടന്നു വരും. പക്ഷേ അവിടെയൊക്കെ ദൈവഭക്തനെ സംബന്ധിച്ചുള്ളതായ ഒരു മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് സങ്കീർത്തനം മുഴുവനായി പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ സങ്കീർത്തനത്തിൽ അവിടെ 4 ഭാഗങ്ങൾ 3 ഭാഗങ്ങൾ ദൈവഭക്തന്മാർക്ക് വരാൻ പാടില്ലാത്ത സാഹചര്യമാണ്. എന്നാൽ 4-ാമത്തെ ഭാഗത്തിലൂടെയാണ് നാം നടന്നു പോകേണ്ടതെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരാത്മീക ജീവിതത്തിൻ്റെ അന്തസ്സ് നാം എങ്ങനെ കീപ്പ് ചെയ്യണമെന്നാണ് യഥാർത്ഥത്തിൽ ദൈവാത്മാവ് ആസാഫിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. എന്തിനാണ് ഈ സങ്കീർത്തനങ്ങൾ പലതും ദൈവസഭയ്ക്ക് ലഭ്യമായതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം ഇതുപോലുള്ള സാഹചര്യങ്ങളുടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ആസാഫും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ താൻ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. എന്നാൽ ആത്മീക ജീവിതത്തെപ്പറ്റി നമ്മൾ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ പഠിക്കുന്ന പല ഭാഗങ്ങൾ ആത്മീയ ജീവിതത്തെപ്പറ്റി പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളുമല്ല ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിലൂടെ മനസ്സിലാകാനിടയായിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ ലഭ്യമാകാതിരുന്ന സമയത്ത് പ്രാപിച്ച അനുഭവ ജീവിതമല്ല, ആത്മീയ ജീവിതമല്ല ഇന്ന് നാം അറിയുന്നത്. നാം വ്യക്തിപരമായി പല മേഖലകളിലൂടെയും എൻ്റെ യേശുവിനെ അറിയുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമ്മുടെ അനുഭവത്തിലൂടെ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ, വേദനിക്കുന്ന അനുഭവത്തിൽ, തകർന്നുപോയ മേഖലകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നാം പലപ്പോഴും തിരിച്ചറിഞ്ഞാണ് ഇന്ന് നാം ആത്മീയ ജീവിതത്തെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആത്മീയ ജീവിതത്തെപ്പറ്റി പൊതുവെ നമ്മുടെ നാടുകളിലും പല സമയങ്ങളിൽ കേട്ടിട്ടുള്ള ഭാഗമല്ല നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ആത്മീയ ജീവിതം. ആത്മീയ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നു. നമ്മൾ പലപ്പോഴും ആത്മീയ ജീവിതത്തിന് പറയുന്നത് അല്ലെങ്കിൽ ഞായറാഴ്ച വന്ന് അല്പനേരം ദൈവത്തെ കൈയടിച്ച് ഏറ്റവും കൂടുതൽ കൈയടിക്കുന്നവരെ നമ്മൾ ആത്മീയരെന്ന് പറയാറുണ്ട്. ഏറ്റവും നല്ല ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രയോജനമാകുകയും മറ്റു വിവിധമായ ആത്മീക തലങ്ങളിൽ ഉന്നതി നിൽക്കുന്ന ദൈവദാസന്മാരുൾപ്പെടെ നാം പലരും പറയേണ്ട ആത്മീയരെന്ന് പറയാറുണ്ട്. പക്ഷേ ദൈവവചനപ്രകാരം നാം കഴിഞ്ഞ നാളുകൾ പഠിച്ചത് ദൈവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട അനേകം ആലോചനകൾ, കഴിഞ്ഞ അങ്ങേയാഴ്ച പറഞ്ഞ ആലോചന നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. ദൈവത്തിന് മുൻപാകെ ദൈവം ദൂരസ്ഥനായി നിൽക്കും ദൈവം പോലെ തന്നെ സമീപസ്ഥനായി നിൽക്കുന്ന അനുഭവം തിരിച്ചറിയുന്ന വ്യക്തികളെയാണ് ആത്മീയരെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കണം, ഈ നാളുകൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ഡെഫിനിഷനുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാവർത്തികമായി നാം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മീയ ജീവിതം എന്താണെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അനേക വചനങ്ങളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആത്മീയ ജീവിതം? ഒന്ന്, റിയൽ ആയിട്ട് ഒരു മാനസാന്തരപ്പെട്ടവനായിരിക്കണം ഒരാത്മീകൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഞാൻ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ ഒരു ബേസ് ഞാൻ പറയുന്നതാണ്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരം, മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ
ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്ത ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ അല്ലെങ്കിൽ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടില്ല. ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടവനായിരിക്കണം ഒരാത്മീകൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വിശ്വസ്തയോടും വിശുദ്ധിയോടും മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിനു മുമ്പിൽ സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം ആത്മീകൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, മാനസാന്തരപ്പെട്ടവനായിരിക്കണം, മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവസന്നിധി. രണ്ട്, വിശുദ്ധിയോടും വേർപാടോടും മനുഷ്യരുടെ മുമ്പിൽ മാത്രമല്ല, ദൈവത്തിനു മുമ്പാകെ സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പല വേദഭാഗങ്ങളും പഠിച്ചിട്ടുള്ള എൻ്റെ മുമ്പിൽ ഇടിവിൽ നിൽക്കുവാൻ. ആരുടെ മുമ്പിലാണ്? ദൈവത്തിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ മുട്ടുകൾ ഇടറാത്ത ഒരു ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനു മുമ്പ്. ഇതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തികൾ, ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, നമ്മുടെ നാവ്, നമ്മുടെ അധരം, നമ്മുടേതായ കേൾവി, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ ആത്മീക ഫലങ്ങളിലൂടെ വെളിപ്പെടുന്നു എന്ന് നാം സ്വയമായി വിചിന്തനം ചെയ്യുന്നവരാണ് ആത്മീകരെന്ന് പറയുന്നത്. ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവദാസനൊക്കെ ശക്തമായി ദൈവവചനത്തിലൂടെ ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ദൈവം തമ്പുരാൻ സമീപസ്ഥനായി നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം, ജീവിതത്തിൽ ഇത് മാത്രമല്ല, വ്യത്യസ്തമായി ദൈവത്തോടുള്ള സമർപ്പണം മാത്രമല്ല, ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദൈവമക്കൾ സ്തുതിക്കുന്നവരായിരിക്കണം. കുഞ്ഞുങ്ങളെ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആരാധനയിൽ ആരും അല്ലെങ്കിൽ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്ന മാതാപിതാക്കൾ ഇവിടെ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആരും മൗനമായിരിക്കരുത്. ഹല്ലേലൂയ പറഞ്ഞിരിക്കണം. എല്ലാവരും ഹല്ലേലൂയ. നിങ്ങൾ നിശ്ചയമായി നിങ്ങളുടെ അധരങ്ങളിൽ അന്യഭാഷ ദൈവത്തിൻ്റെ ശക്തമായ, ഈ നാളുകളിൽ പിതാക്കന്മാർ അനുഭവിക്കാത്ത ചിലർ അന്യഭാഷകൾ, അല്ലെങ്കിൽ ഈ ലോകം തന്നെ അറിയാത്ത അന്യഭാഷ പറയുമ്പോൾ തന്നെ ദേശത്തിനകത്ത് പാപബോധം ഉളവാകുന്ന ഒരു ആത്മീയ അന്തരീക്ഷം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് അല്ലെങ്കിൽ ആരാധിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ ആ ഒരു ചലനങ്ങൾ ഞാൻ അനുഭവിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. ഞാൻ ചില വിശ്വാസികളെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, ദൈവത്തെ സ്തുതിച്ചോ എന്ന് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. പുതിയ ഒന്നായ വിശ്വാസികളെ വിളിച്ചിട്ടില്ല ഇതുവരെയും. ഞാൻ പറയുന്നു, ദൈവമക്കൾ സ്തുതിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആധരങ്ങൾ സ്തുതിക്കട്ടെ. കാരണം എന്നാണെന്നറിയാമോ? നമ്മളെ പരാജയപ്പെടുത്തുവാൻ ശത്രു പല വിധത്തിലാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കയ്യിനോട് പറയണം, കയ്യിനെ, പാപം നിന്റെ വാതിൽക്ക് കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, പാപത്തിന്റെ ആധിക്യം മുഴുവൻ, പാപത്തിന്റെ ശക്തി മുഴുവൻ നമ്മെ തകർക്കുവാൻ, ഒതുക്കുവാൻ, നമ്മെ വായ്പിളർന്ന് തകർക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിദാനമായി നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓർക്കണം, ഇവിടെ പറയുന്നൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നാം സ്തുതിക്കുന്നവരായി തീരണം. നമ്മൾ പോകുന്നതായ സ്കൂളുകളിൽ, നമ്മൾ പോകുന്ന കോളേജുകളിൽ, നമ്മൾ പോകുന്ന യാത്രകളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അടുക്കളയ്ക്കകത്ത് ഒരു വ്യക്തി വരുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിനേക്കാളും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ആരെങ്കിലും ഒരു വ്യക്തി നമ്മോടൊരു കുറ്റം പറയുവാൻ വന്നാൽ ഉള്ളിനകത്ത് പറയണം, കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ഈ ശക്തിയിൽ നിന്നും ജയിക്കേണ്ട കൃപ എനിക്ക് നൽകണമേ. എത്ര പേർക്ക് ഈ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ കയറുവാൻ നല്ലൊരു ആഗ്രഹമുണ്ട്? അങ്ങനെയുള്ള ഒരു ആത്മീകരെന്ന് പറയുന്നത്. അങ്ങനെ ഈ ദിവസം എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ അതുപോലെ സ്തുതിപ്പിക്കണം. ദൈവത്തെ എന്ത് ചെയ്യണം? വീടുകളിൽ സ്തുതിപ്പിക്കുന്നവരായി തീരണം. അതുപോലെ തന്നെ നമ്മുടെ മനോഭാവം, ഒരു ആത്മീകന്റെ മനോഭാവം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച തൊടുവാനിടയായി തീർന്നു. സന്തോഷം വരുമ്പോൾ അധികമായി സന്തോഷിക്കരുത്, ദുഃഖങ്ങൾ വരുമ്പോൾ അമിതമായി നിരാശപ്പെടരുത്. ദൈവസന്നിധിയിൽ സന്തോഷം കൂടുതൽ വരുമ്പോൾ ദൈവമുമ്പാകെ പിന്നെയും താഴണം. നിരാശകളും പ്രയാസവും ബുദ്ധിമുട്ട് വരുമ്പോഴും എൻ്റെ ദൈവം തള്ളിക്കളഞ്ഞു എന്നുള്ള ബോധ്യം നമ്മളിലൂടെ വരുവാൻ അനുവദിക്കും. ഇതാണ് ഒരു ആത്മീകന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആത്മീകന്റെ ജീവിതത്തിൽ
വരാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളാണ് 73-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം മുതൽ അതിൻ്റെ 28-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്ന 4 ഭാഗങ്ങളുണ്ട്. 1 മുതൽ അതിൻ്റെ 12-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ വ്യക്തമായി പറയുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ആവലാതികളാണ് 1 മുതൽ 12 വരെയുള്ള വാക്യം. കർത്താവേ, മറ്റുള്ളവർ എങ്ങനെയാണ്, മറ്റുള്ളവർ നന്മ പ്രാപിക്കുന്നു, മറ്റുള്ളവർ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുള്ള ഒരു മനോഭാവമാണ് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വ്യക്തമായി പറയുന്നു, അങ്ങനെ ഒരു മനോഭാവം ഒരാത്മീകന് പാടില്ല. ഞാൻ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീക കാര്യ വിഷയങ്ങൾക്കൊഴികെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്തോത്രം മറ്റുള്ളവരെ കുറിച്ചുള്ള ആവലാതികൾ നമ്മൾ ചെയ്യില്ല, ആവശ്യമില്ലാത്തത് നമ്മൾ ഏറ്റുവയ്ക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് നടക്കുന്ന കാര്യം, പലരും മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, നന്നാക്കാൻ ശ്രമിക്കും, സ്വന്തം കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ പറ്റിയുള്ള ആവലാതികളാ. അവരെന്തായിത്തീരും, അവർ ഇന്ന ആളാണല്ലോ. ഉന്നതി വരുമ്പോൾ അല്ലെങ്കിൽ തകർച്ചയിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുകയും ഉന്നതി വരുമ്പോൾ അസൂയപ്പെടുന്ന അനുഭവങ്ങൾ ദൈവമക്കളുടെ വരാൻ പാടില്ല. ഇവിടെ പറയുന്നു ഇവിടെ ആസാവ് 1 മുതൽ 12 വരെയുള്ള 12-ാമത്തെ വാക്യം വായിച്ചേ. 12-ാമത്തെ വാക്യം, ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇവിടെ 1 മുതൽ 12 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ പറയുന്നത്, ദുഷ്ടന്മാരെന്ന് സ്വയമായി അതേ സ്വയമായി കരുതിയ പലരും അവരൊക്കെ എന്ത് ചെയ്യാണ്, ഒത്തിരി നന്മകൾ അനുഭവിക്കുകയാണ്. അവരെ പറ്റി നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മെ പറ്റി ചിന്തിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. യേശു കർത്താവ് അവസാനം വരെ പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം. ഈ സാഹചര്യത്തിൽ പിശാച് നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ജോലിയെയും നമ്മുടെ ജീവിതത്തിന്റെ പല നിലവാരങ്ങളെയും തകർക്കുവാൻ ശത്രു ചില പദ്ധതികളിട്ട് രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ തകർത്ത് കളയേണ്ട പല പദ്ധതി ഇടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ പറ്റി ചിന്തിക്കാതെ മറ്റുള്ളവരെ പറ്റിയുള്ള ആവലാതിയുടെ നടന്നാൽ പല പദ്ധതി നമ്മൾ അത് ശത്രു ചെയ്യുമ്പോൾ അതിനെ തകർക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയും 1 മുതൽ 12 ഭാഗത്ത് മറ്റുള്ളവരെ പറ്റിയുള്ള ആവലാതിയാണ്. എന്നാൽ 14-ഉം 16-ാമത്തെ വാക്യം, 14 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 14-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. മതി. ഇവിടെ 1-ാമത്തെ ഭാഗം എന്ന് പറയുന്ന മറ്റുള്ളവരെ പറ്റിയുള്ളതായ ചിന്തയാണെങ്കിൽ, 2-ാമത്തെ ഭാഗത്തിൽ പറയുന്നത് സ്വന്തമായിട്ട് അവരുമായി കമ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നു. അവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. 14 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ അവിടെയാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ അവർക്ക് അങ്ങനെയൊക്കെയുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാണ്, ഒന്നുമില്ല. അവരുമായി കമ്പയർ ചെയ്യും. ലോക മനുഷ്യനും ആത്മീക മനുഷ്യനും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആസാഫിന്റെ ജീവിത സാഹചര്യങ്ങൾ കാണും സാധിക്കും. എന്നാൽ 16 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് 17 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 17 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. 17 മുതൽ 21 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ പിന്നെ ഓർക്കണം, ഇവിടെയും മറ്റുള്ളവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിക്കുന്ന ഒരു ആസാഫിനെ കാണുന്നേ. സ്തോത്രം. ദൈവജനത്തെ പറ്റി ദൈവാത്മാവ് ഇതും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. സ്തോത്രം, സ്തോത്രം. മറ്റുള്ളവരുടെ ഇവിടെയും അല്ലെങ്കിൽ സ്തോത്രം, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയാവലുവായി പറയുന്നതിനോടൊപ്പം തന്നെ ഹല്ലേലൂയ സ്തോത്രം, സ്വന്തം ജീവിതത്തെ അവരുമായി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അടുത്ത ഭാഗത്തിൽ പറയുന്നു, അവരുടെ അന്തം എന്താകുന്നു ദൈവസന്നിധി ചിന്തിക്കുക. നമ്മൾ ദൈവസന്നിധിയിൽ വരുന്ന എന്തിനാ? ദൈവത്തോട് നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യാനാണ്. നാം ദൈവത്തെ വ്യക്തിപരമായി ദൈവത്തെ സ്തുതിക്കാനാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്നു, മറ്റുള്ളവരുടെ അന്തം എന്താകുന്നു ചിന്തിക്കുന്ന പ്രാർത്ഥനാ ജീവിതം, ആത്മീക വിശുദ്ധ പാപം നമ്മുടെ ജീവിതത്തിൽ വരാൻ അനുവദിക്കരുത്. നാം ദൈവസന്നിധി വരുമ്പോൾ
മറ്റുള്ളവരുടെ അന്തം എന്താകും ചിന്തിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം എന്തിനാണ് ദൈവം നമ്മെ വ്യക്തിപരമായി അല്ലയോ ദൈവത്തിൻ്റെ സന്നിധിയിലാക്കേണ്ട കാരണം, അല്ലയോ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നതിന് കാരണം എന്നറിയാമോ? മറ്റുള്ളവരുടെ അന്തം എന്താകുന്നു കണ്ടുപിടിക്കാനല്ല. കഴിഞ്ഞ ആഴ്ച ദൈവദാസൻ വായിച്ച വേദഭാഗത്ത് നമുക്കൊന്ന് വരാം. അതിൻ്റെ അങ്ങേ ആഴ്ച യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 23-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാവിൻ്റെ പ്രവചനം 3-ാമത്തെ അധ്യായം 22-ാം വാക്യം മുതൽ 23-ാം വാക്യമാണ് ദൈവദാസൻ വായിച്ചത്. എന്നാൽ 22-ാമത്തെ വാക്യം വായിച്ചേ. അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം. ഇവിടെ ഒരു ദൈവ ആത്മീകനെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ വരേണ്ട ഉദ്ദേശം എന്ന് പറയുന്നത് മാനുഷികമായി മറ്റുള്ളവരുടെ ആലോചനകളോ മറ്റുള്ളവരുടെ അന്തം എന്താകോ ചിന്തിക്കുവാനല്ല. ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ആലോചന സഭയിലാണ് നാം പോകുന്നത് എന്നുള്ള ബോധ്യതയോടെ നാം നിൽക്കണം. അപ്പം നാം ദൈവസന്നിധി വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ആലോചന സഭയായിരിക്കണം. ദൈവത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ച് കർത്താവ് അങ്ങയുടെ പദ്ധതി എന്താണെന്നുള്ള ബോധ്യതയോടെ ആയിരിക്കണം ദൈവസന്നിധി വരുവാൻ. എന്നെക്കുറിച്ചുള്ളത്, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ളത്, എൻ്റെ സഭയെക്കുറിച്ചുള്ളത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ളത്, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചുള്ളത്. കർത്താവ്, എൻ്റെ ആത്മീയ ജീവിതം എവിടെയാണ് പരാജയം സംഭവിച്ചത്? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? കർത്താവെ, ആത്മീക ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ കർത്താവെ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? ഇങ്ങനെ ദൈവവുമായിട്ട് ആലോചിക്കേണ്ട സഭയാണ്, ആലോചന സഭയാണ് ദൈവത്തിൻ്റെ ഇടമെന്ന് പറയുന്നത്. ആ ഇടത്ത് വന്ന് മറ്റുള്ളവരുടെ അന്തം എന്താണെന്ന് ചിന്തിക്കാൻ കർത്താവ് നമുക്ക് പ്രമാണം തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഹല്ലേലൂയ, ദൈവവുമായിട്ട് ആ 23-ാമത്തെ വാക്യം വായിക്കേണ്ട, അവിടെയാണ് പറയുന്നത് സമീപസ്ഥനായി നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയും. ദൈവദാസ് നന്നായി ആഴമായി പറയുന്നു. അങ്ങനെയുള്ളവർക്കാണ് ദൈവം ഏറ്റവും സമീപസ്ഥനായി നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ആസാബിൻ്റെ 3 ഭാഗം ഇങ്ങനെയാണെങ്കിൽ 4-ാമത്തെ ഭാഗത്തിലാണ് നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത്. അതിപ്രാധാന്യമായ വിഷയം ഇവിടെയാണ് കിടക്കുന്നത്. 73-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ ഭാഗം നമ്മൾ ആരംഭിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ 22-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. അടുത്ത വാക്യം കൂടെ. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. മതി. ഒരു ദൈവഭക്തനെ, ഒരു ആത്മീകരെ സംബന്ധിച്ച് മറ്റു എല്ലാ വിഷയങ്ങളും മാറ്റി നിർത്തിയിട്ട് ദൈവസന്നിധി വരുമ്പോൾ ഇവിടെ പറയുന്നു, ദൈവം എന്നെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത തിരിച്ചറിയുന്ന ഒരു ഇടമായിരിക്കണം ദൈവത്തിൻ്റെ ഇടം. ദൈവസന്നിധി നാം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ മറ്റുള്ളവരുടെ ഒരു ചിന്തയും നമ്മളെ ഭരിക്കരുത്. മറ്റുള്ളവർ ശത്രുവാണെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കരുത്. മറ്റുള്ളവരുടെ അന്തം എന്താ നാം ചിന്തിക്കേണ്ട. ഇവിടെ ആസാവ് പറയുന്നു, എൻ്റെ ദൈവം എന്നെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഈ ബോധ്യതയാണ് നാം ഒന്നുകൂടെ വർദ്ധിക്കേണ്ടത്. നമ്മളൊരു പ്രാർത്ഥന കഴിയുമ്പോൾ, നമ്മളൊരു സങ്കീർത്തനം കഴിയുമ്പോൾ, ഒരു മെസ്സേജ് കഴിയുമ്പോൾ, ഒരു സൺഡേ സർവീസ് കഴിയുമ്പോൾ, ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ദൈവം എന്നെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത വർദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആത്മീയ അനുഭവം വരാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അടുത്ത എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടത്? നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. അടുത്ത വാക്യം, ദൈവത്തിന്റെ ആലോചന പ്രകാരമാണോ ഞാൻ നടക്കുന്നു എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ പറ്റിയുള്ള ആവലാതികൾ, മറ്റുള്ളവരുടെ ഉയർച്ചയെ കണ്ട് പരാജയപ്പെട്ട ജീവിതം നയിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവവചനം പറയുന്നു, എൻ്റെ ദൈവം. ആ വാക്യം ഒന്ന് വായിച്ചേ. എൻ്റെ ദൈവം നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ദൈവത്തിന്റെ ആലോചന പ്രകാരമാണോ ഞാൻ നടക്കുന്നത്? അല്ല എങ്കിൽ കർത്താവേ എന്നെ അതിലേക്ക് നടക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം ദൈവസന്നിധി വരുവാൻ. ഇതൊക്കെ വലിയ ഭാരമുള്ളിരിക്കുമ്പോഴാണ് മറ്റൊന്നിനെ പറ്റിയുള്ള ആവലാതികൾ. പാടരുതേ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരരുത്.
ദൈവസന്നിധി വരുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നുള്ള ബോധ്യതയും, ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണോ ഞാൻ നടക്കുന്നു, അല്ല എങ്കിൽ കർത്താവേ അങ്ങയുടെ ആലോചന എന്താണെന്നുള്ള പ്രാർത്ഥനയോടെ കിടന്നുറങ്ങുമെങ്കിൽ ഞാൻ പറയുന്നു, നിശ്ചയമായി സ്വപ്നങ്ങളിലൂടെ പോലും ദൈവത്തിൻ്റെ ആലോചന താങ്കളോട് പറയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. കൈക്കൊള്ളും. ഇവിടെ പറയുന്നത് പിന്നത്തേതിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പം ചില പ്രതികൂലങ്ങൾ പ്രയാസങ്ങളിലൂടെ നടന്നുപോയാലും ഞാൻ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടും, ലോകത്തെ ജയിച്ചവനായി ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ പിന്നത്തേതിലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മഹത്വം കൈക്കൊള്ളുന്ന നാളുകൾ അതിവിദൂരമല്ല എന്നുള്ള ബോധ്യതയാണ് നമ്മൾ ഭരിക്കേണ്ടത്. അടുത്ത 28-ാം വാക്യം കൊണ്ട് വായിച്ചേ. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. അപ്പോൾ ഓർക്കണം, ഒന്ന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെതായ അല്ലെങ്കിൽ ദൈവം നമ്മെ എന്ത് ചെയ്യണം, താങ്ങി നിർത്തിയിരിക്കുന്നുള്ള ബോധ്യം നമ്മൾ എന്ത് ചെയ്യണം, ഭരിക്കുവാൻ ഇടയായി തീരണം. രണ്ടാമത്തത്, ദൈവം തമ്പുരാൻ വലങ്കൈ പിടിച്ചിരിക്കുന്നുള്ള ബോധ്യത നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവസന്നിധി വരുമ്പോൾ വർദ്ധിക്കണം. രണ്ടാമതായി, നമ്മുടെ വലങ്കരത്തിൽ നമ്മെ പിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണോ നാം നടക്കുന്നത് എന്നുള്ള ബോധ്യത നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടുന്നുള്ള ബോധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കണം. നാലാമത് ഇവിടെ പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ നിന്റെ സകല പ്രവർത്തികളെ വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? നമ്മുടെ വായിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ജീവ നിലവാരങ്ങളിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം വ്യക്തമായി വചനം പറയുന്നു. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ടാണ് സ്തുതിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അറിയാമോ? ഈ ലോകത്തിലെ ശത്രുവിൻ്റെ പദ്ധതി രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ സ്തുതിക്കുന്നവരായി തീരണം. ദൈവത്തിൻ്റെ കുടുംബജീവിതത്തിൽ സ്തുതി വർദ്ധിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ സ്തുതി വർദ്ധിക്കണം. നമ്മുടെ ആരാധന ആലയങ്ങളിൽ സ്തുതി വർദ്ധിക്കണം. കമ്മിറ്റികളുടെയോ മറ്റു ഒരുവിധമാകുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഹല്ലേലൂയ സ്തോത്രം, ആത്മീക ഫലങ്ങൾക്ക് പകരമായി ദുഷ്ടചിന്തകളടങ്ങുന്ന പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വപക്ഷ ഈ വിധമാകുന്ന ഫലങ്ങൾ ഉളവാകുന്നുവെങ്കിൽ അതിനെ മാറ്റിവയ്ക്കുവാൻ ഒരേ ഒരു കാര്യമെന്ന്, ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു ഭക്തനായി തീരുവാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വായിച്ച വേദഭാഗം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കുവാനല്ല ദൈവസന്നിധി വരുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഞാൻ നടക്കുന്നു എന്നുള്ള ബോധ്യത നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ സംഗീതത്തിൻ്റെ പ്രകാരം നമ്മളെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. സിസ്റ്റർ കർത്താവിൻ്റെ ദാസനിൽ ഹല്ലേലൂയ ഭരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമുക്ക് കേട്ടുകൊണ്ടിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവൻ നശിച്ചു പോകും, ദൈവത്തോടെ അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്.